അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ പൂജ ഭംഗിയായി നടത്തണം തിരുമേനി. അങ്ങനെ ആയിക്കോട്ടെ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്താ അളിയൻ വന്നില്ലേ? അദ്ദേഹം ഓഫീസിൽ കുറച്ച് ബിസിയാ. നീയെങ്കിലും വന്നതിൽ വളരെ സന്തോഷം. അകത്തേക്ക് ചെല്ല്. ആന്റി, എന്റെ മോൻ വന്നു. ആവശ്യമില്ലാത്തവരൊക്കെ വരുന്നുണ്ട്. എന്റെ രാധാകൃഷ്ണൻ മാത്രം വരുന്നില്ല. എന്താ ആന്റി? എന്റെ മോൻ ആവശ്യമില്ലാത്ത ആളാ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. എന്റെ കള്ളകൃഷ്ണൻ ഇതുവരെ വരാത്ത വിഷമത്ത് പറഞ്ഞതാ. അത്രേ ഉള്ളൂ. പൂജ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കണ്ടോളാം. എന്റെ കൃഷ്ണ, മുകുന്ദ, മുരാരേ, നീ വരാതെ എന്തിനാ എന്നെ എങ്ങനെ വിഷമിപ്പിക്കുന്നേ? ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി. ഇത്തവണ വസുവിന്റെ കൈകൊണ്ടാ പൂജ ചെയ്യുന്നതെന്ന് കേട്ടു. അതെ ഏട്ടത്തി. അപ്പോ അവളെവിടെ ചേച്ചി? വരുന്ന ഏട്ടത്തി. ശരി ചേച്ചി. എന്താ മോം ഇത്രയും ലേറ്റ് ആയിട്ട് വന്നേ? മോം വരുമില്ലെന്ന് ഓർത്ത് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. നീ പറഞ്ഞതിന് ശേഷം
നിനക്ക് വാക്ക് തന്നതിന് ശേഷം ഞാൻ എങ്ങനെയാ വരാതിരിക്കുന്നേ ബേബി? വീട്ടിലുള്ളവർ മാത്രമല്ല, ഇവിടേക്ക് വന്ന ഗസ്റ്റുകൾ പോലും വസു ഏട്ടത്തിയെ പുകഴ്ത്തുകയാണ്. ആ, അതൊക്കെ കേൾക്കുമ്പോ എന്റെ ദേഹം മുഴുവനും ചൊറിഞ്ഞു കയറുകയാണ്. കൂൾ ബേബി, കൂൾ. വസുവിനെ പുകഴ്ത്തുന്ന അതേ വാവുണ്ട് അവളെ വഴക്കു പറഞ്ഞ് നാണം കെടുത്തുന്ന വിധത്തിലാക്കി തരാം ഞാൻ. എന്ത് ചെയ്യാൻ പോവാണ്? മോമിന്റെ പ്ലാൻ എന്താണ്? എനിക്ക് ടെൻഷൻ ആയിട്ട് വയ്യ. കുറച്ചു നേരം കഴിയുമ്പോ പൂജ ആരംഭിക്കും. പൂജ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാ വസുവേട്ടത്തിയെ ഇനി എല്ലാരും കൂടുതൽ പുകഴ്ത്തും. അതൊക്കെ ആ പൂജ നടന്നാലല്ലേ? എന്തുകൊണ്ട് നടക്കില്ല? എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ്. തിരുമേനി പോലും വന്നു കഴിഞ്ഞു. ഗസ്റ്റുകളും വന്നു. എല്ലാ കാര്യവും റെഡിയാണ്. വസുവേട്ടത്തി ദേവിയുടെ വിഗ്രഹം കൊണ്ടുവന്നു. ആ വിഗ്രഹം ഒറിജിനൽ അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലോ? അക്കാര്യം എല്ലാവരും അറിയുകയാണെങ്കിലോ? ആ, മോം എന്താ ഉദ്ദേശിക്കുന്നേ? ഒറിജിനൽ വിഗ്രഹം ആഗ്രഹിച്ച് വസു ആ വിഗ്രഹം അടിച്ചു മാറ്റിയിട്ട് അതേ സ്ഥലത്ത് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം വെച്ചു എന്ന് പ്രൂവ് ചെയ്താലോ? പൂജ നടക്കുമെന്നാണോ? ആ, അത് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹമാണോ? ഒറിജിനൽ അല്ലേ? ഒറിജിനൽ വിഗ്രഹം തന്നെയാ. പിന്നെ അതെടുത്തു മാറ്റിയിട്ട് അവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം വെക്കും. ആരാ? മോമോ ഞാനോ? നമ്മളല്ല, നമ്മുടെ ആള്. അതാരാ മോം? ഒരു പക്ക പ്രൊഫഷണൽ കള്ളി. സൂപ്പർ കള്ളി, അടിപൊളി സൂത്രക്കാരി. വീട്ടിനുള്ളിൽ നിന്ന് മോഷ്ടിക്കാൻ കൈ തെളിഞ്ഞവൾ. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവളെ ഈ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു. ഓൾറെഡി അവള് ജോലി തുടങ്ങി. അവൾ ആ വിഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ആ പ്ലേസിൽ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം വെക്കുകയും ചെയ്യും. പൂജക്കിടയിൽ വെച്ച് അത് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹമാണെന്ന് എല്ലാവരും അറിയാൻ ഞാൻ ഇടയാക്കും. ആ വിഗ്രഹമുള്ള പെട്ടിയുടെ താക്കോൽ ഇന്നലെയാണ് നിന്റെ അമ്മായി അവളുടെ കയ്യിലേക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ വസുവാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് വസുവിനെ അപമാനപ്പെടുത്തും. അവൾക്ക് കണ്ണുനീരും നമുക്ക് വിജയവുമായിരിക്കും. ആ, ഡമ്മി വിഗ്രഹം റെഡിയായിട്ടുണ്ടെന്നോ? ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹമായിട്ടാ ആ സൂപ്പർ കള്ളി ഈ വീട്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നെ. വീട്ടിൽ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടെന്ന് മോമൻ എങ്ങനെ അറിയാം? ഡമ്മി വിഗ്രഹം മുൻകൂട്ടി എങ്ങനെ ഉണ്ടാക്കി? ഏത് വീട്ടിലായാലും വരലക്ഷ്മി പൂജയ്ക്ക് വെക്കുന്ന ദേവിയുടെ വിഗ്രഹം ഒരുപോലെ തന്നെ ആയിരിക്കും. അത് ഗസ് ചെയ്താണ് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം ഞാൻ ഉണ്ടാക്കിച്ചത്. അത് സൂപ്പർ കളിയുടെ കൈ കൊടുത്തുവിട്ടിട്ടുണ്ട്. മോം സൂപ്പറാ. ആ കള്ളി ആരാണ്? എനിക്ക് ഉടനെ കാണണം. ആ, പിന്നെ സുമ ആന്റിയോട് ഈ പ്ലാനിനെ പറ്റി പറയാം. വേണ്ട, എടുത്തു ചാടി ആരോടും പറയണ്ട. ആന്റി നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും മോം. ഈ പ്ലാനിൽ നമുക്ക് ആരുടെ ഹെൽപ്പും ആവശ്യമില്ല. എല്ലാം ആ സൂപ്പർ കള്ളി തന്നെ നോക്കിക്കോളും. നമ്മൾ ഒന്നും അറിയാത്ത പോലെ ഇരിക്കണം. ആ വസുവിനെ കരയിപ്പിക്കണം. അവളെ അപമാനിച്ചിട്ട് നീ ഇവിടെ ഹൈലൈറ്റ് ആവണം. വാ പോകാം. മോളെ, 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല മുഹൂർത്തം ആരംഭിക്കും. ആ സമയത്ത് തന്നെ പൂജ ആരംഭിക്കുകയും ചെയ്യാം. അങ്ങനെ തന്നെ ആയിക്കോട്ടെ തിരുമേനി. അതുവരെ വരുന്നവരെ എല്ലാം റിസീവ് ചെയ്യേ. ഭക്ഷണകാര്യങ്ങളെല്ലാം ഏർപ്പാടാക്ക്. വാ പോകാം. ആരാ മോം ആ കള്ളിപ്പെണ്ണ്? ദോ അവള് തന്നെ. ഡമ്മി വിഗ്രഹം എവിടെയാ ഉള്ളത്? അവള് കൊണ്ടുപോകുന്നില്ലേ? അതിനകത്തുണ്ട്. അതിന്റെ ഉള്ളിലോ?
ബേബി, നീ എന്റെ അടുത്ത് തന്നെ നിന്നാൽ ഡൗട്ട് തോന്നും. നീ പോയി ആ പൂജയ്ക്കിരിക്കെ. ഓക്കെ മോം. എന്താ വേണ്ടത്? അത് തിരുമേനിക്ക് ജ്യൂസ് വേണോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. പൂജ കഴിയുന്നത് വരെ അദ്ദേഹം ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യില്ല. നിങ്ങള് ഇങ്ങോട്ടേക്ക് വരണ്ട. സോറി മാഡം. വന്നു അല്ലേ? വെൽക്കം. ഇത്രയും നേരം എന്റെ നാഥന് വേണ്ടി കാത്തിരുന്ന് എന്റെ കണ്ണൊക്കെ വീങ്ങിപ്പോയി. കണ്ടോ? എന്നെ കാത്തിരുന്ന് ഇവരുടെ കണ്ണെങ്ങനാ വീങ്ങിയത് ദൈവമേ. എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? സാരമില്ല, പോട്ടെ. കുറച്ച് ജ്യൂസ് കുടിച്ചിട്ട് കൂളായിക്കോളും. എടി പെണ്ണേ, ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവാ. ദാ മാഷേ, വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂന്നേ. നിങ്ങൾ കുടിക്കുന്നില്ലേ മാഡം? ഞങ്ങള് പാതി പാതി കുടിച്ചോളാം. അയ്യോ, എന്തു പറ്റി മാഷേ? ജ്യൂസ് കൊള്ളില്ലേ? അല്ല, നിങ്ങളുടെ സംസാരം കൊള്ളില്ല. മാഡം, ഞാൻ പൊയ്ക്കോട്ടെ? പോ. ജ്യൂസ് കുടിക്കും മാഷേ. പൂജ ഇതുവരെ തുടങ്ങിയിട്ടില്ല. മാഷിന് വേണ്ടിയാ ഞാൻ തടഞ്ഞത്. അയ്യോ, എനിക്ക് വേണ്ടി എന്തിനാ താമസിപ്പിച്ചത്? മാഷും ഞാനും ചേർന്ന് ഒരുമിച്ച് പൂജ കാണാനുള്ളതല്ലേ. നമുക്ക് ഒരുമിച്ച് കാണാം. ഇന്നെങ്കിലും ഒരു ദിവസം ഒരുമിച്ച് ചെയ്യാം. എന്താ പൂജ? അടുത്ത വർഷം നമുക്കൊന്ന് ചേർന്ന് പൂജ നടത്താം. എന്റെ അമ്മോ, ഇത് ഒഴിഞ്ഞു പോകുന്നു തോന്നുന്നില്ല. ഇനി ഇവിടെ നിന്ന ശ്വാസം മുട്ടി ചത്തുപോകും. എവിടേക്കാ പോന്നേ? അല്ല, ഞാനിപ്പോ വരാം. അയ്യോ, പോലെ. പാതിപ്പാതിന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനുവേണ്ടി തന്നതായിരിക്കും. എന്റെ കൃഷ്ണൻ വന്നിട്ടുണ്ട്.
എന്തു പറ്റി ആന്റി? എന്തു പറ്റിയെന്ന് അറിയില്ല മോളെ, പെട്ടെന്ന് തല കറങ്ങി. സൂക്ഷിക്കണം ആന്റി. ആ ശരി. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ചേച്ചി, വിഗ്രഹം വേറെയാണെന്ന് തോന്നുന്നു. എന്തു പറ്റി വസു? ആ വിഗ്രഹം നമ്മൾ വെച്ച വിഗ്രഹം അല്ല ചേച്ചി, മാറിപ്പോയിട്ടുണ്ട്. വിഗ്രഹം എങ്ങനെയാ വസു മാറുന്നത്? നമ്മൾ വെച്ച വിഗ്രഹത്തിന്റെ പുറകിലായി ഒരു ചക്രം ഉണ്ടായിരുന്നു, കഴുത്തിലെ മാലയുണ്ടായിരുന്നല്ലോ, ആരും ഉണ്ടായിരുന്നു. വിഗ്രഹം ആരോ മാറ്റി വെച്ചിട്ടുണ്ട്. ആര് മാറ്റാനാണ് വസു? അതാ ചേച്ചി എനിക്ക് മനസ്സിലാവാത്തെ. ജോലി കഴിഞ്ഞോ? കഴിഞ്ഞു മാഡം. ഡമ്മി വിഗ്രഹം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒറിജിനൽ വിഗ്രഹം എവിടെയുണ്ട്? അത് ദേ ആ ബാഗിനുള്ളിലുണ്ട്. ശരി, നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയാ എല്ലാവർക്കും നിന്നെ സംശയമാകും. കുറച്ചുനേരം ഇവിടെ തന്നെ നിന്നിട്ട് ബാഗും കൊണ്ട് പൊയ്ക്കോളൂ. ഓക്കെ മാഡം. ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു വസു? എത്രയും വേഗം ഏട്ടനെ അറിയിക്കണം ചേച്ചി. അതുവരെ ഈ കാര്യം മറ്റാരും അറിയരുത്. പെട്ടെന്ന് ചെല്ല് വസു. പൂജ ആരംഭിക്കുന്നതിന് മുന്നേ യഥാർത്ഥ വിഗ്രഹത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഏട്ടൻ എവിടെയാ? ഏട്ടാ, I will call you back. എന്താ വസു? ദേവിയുടെ വിഗ്രഹം മാറിപ്പോയി ഏട്ടാ. വാട്ട്? പൂജ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ വെച്ച വിഗ്രഹം വേറെയാ. ഇപ്പൊ ഇരിക്കുന്ന വിഗ്രഹം അല്ല അത്. ഷിറ്റ്. ഇത് ഡ്യൂപ്ലിക്കേറ്റാ. അങ്ങനെ എങ്ങനെ മാറിപ്പോകുന്നത്? അപ്പോ വിഗ്രഹം ആരോ മനഃപൂർവ്വം മാറ്റിയതാണെന്ന് തോന്നുന്നു ഏട്ടാ.